ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാരങ്ങളാണ്. ഭൗതിക ശാസ്ത്രത്തിൻ്റെ പുരസ്കാരം 2023 ലഭിച്ച വ്യക്തികളാണ് പിയർ അഗസ്റ്റിനിയും ഫെറൻ ക്രൗസും ആൻ ലൂയറുമാണ്. പിയർ അഗസ്റ്റിനി, ഫെറൻ ക്രൗസ്, ആൻ ലൂയറാണ്. അപ്പോൾ ഭൗതിക ശാസ്ത്രം ഇലക്ട്രോണുകളെക്കുറിച്ചുള്ള പഠനമാണ് പിയർ അഗസ്റ്റിനി US-ൻ്റെതും ഫെറൻ ക്രൗസ് ജർമ്മനിയുടെയും ആൻ ലൂയർ സ്വീഡൻ എന്നിവർ പങ്കിട്ടെടുത്തത്. ആൻഡോസെക്കൻ ഫിസിക്സ് അല്ലെങ്കിൽ ആറ്റോഫിസിക്സ് എന്ന പഠനമേഖലയിലെ നിർണായക ചുവടുവെപ്പുകളാണ് ഇവരുടെ കണ്ടെത്തൽ. ആറ്റത്തിനുള്ളിലെ സൂക്ഷ്മകണങ്ങളെക്കുറിച്ച് ഇവർ നടത്തിയ പരീക്ഷണം മനുഷ്യർക്ക് ഇലക്ട്രോണുകളുടെ ലോകത്തെ അറിയാനുള്ള നൂതന സങ്കേതം സൃഷ്ടിച്ചതായിട്ട് ഈ പുരസ്കാര സമിതി വിലയിരുത്തി. ആറ്റങ്ങൾക്കോ തന്മാത്രകൾക്കോ അകത്തുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരത്തെയോ ഊർജ്ജമാറ്റത്തെയോ കൃത്യമായി നിർണ്ണയിക്കാൻ കഴിയുമെന്ന് ഇതിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ ഭൗതിക ശാസ്ത്ര നോബൽ നേടുന്ന 5ാമത്തെ വനിതയാണ് ആൻ ലൂയർ. സ്വീഡനിലെ ലണ്ട് സർവകലാശാലയിൽ ഗവേഷകയായ ആൻ 1987 പരീക്ഷണം ആരംഭിച്ചത്. അടുത്തായി പറയുന്ന രസതന്ത്രത്തെക്കുറിച്ചാണ്. രസതന്ത്രം അത് മൗങ്കി ബവേണ്ടി, ലൂയിസി ബ്രൗസ്, അലക്സി ഐ ഇഖിമോവ്. അപ്പോൾ രസതന്ത്രത്തിൻ്റെ നോബൽ സമ്മാനം നേടിയവരാണ് മൗങ്കിയും ലൂയിസ് അലക്സി. മൗങ്കി, ലൂയിസ്, അലക്സി. രസതന്ത്രത്തിന് നോബൽ സമ്മാന ജേതാക്കൾ മൗങ്കി, ലൂയിസ്, അലക്സി ഇവരൊക്കെയാണ്. അപ്പോൾ നാനോ സാങ്കേതിക വിദ്യയിലെ കുഞ്ഞൻ കണങ്ങളായ ക്വാണ്ടം ഡോട്ടുകൾ വികസിപ്പിച്ചതിനാണ് ബഹുമതി. നാനോ ടെക്നോളജിയിലെ പുതിയ ചുവടുവെപ്പാണ് ഇവരുടെ കണ്ടുപിടുത്തം എന്നും ടെലിവിഷൻ, LED ബൾബ് തുടങ്ങിയവ ശാസ്ത്രക്രിയ രംഗത്ത് വരെ ഈ ക്വാണ്ടം ഡോട്ടുകൾ നിർണായകമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഈ പുരസ്കാരം നിർണയിച്ചുകൊണ്ട് സ്വീഡിഷ് അക്കാഡമി വിലയിരുത്തി. ഇപ്പം ന്യൂയോർക്കിലെ നാനോ ക്രിസ്റ്റൽസ് ടെക്നോളജിയിലെ ശാസ്ത്രജ്ഞനായിട്ടുള്ള അലക്സി ഇക്കിമോവ് 1980കളിലാണ് ഈ രംഗത്തെ ഗവേഷണം തുടങ്ങിവെച്ചത്. പിന്നീട് കൊളംബിയ സർവകലാശാലയിലെ ലൂയിസ് ബ്രൂസും ഈ രംഗത്തേക്ക് വന്നു. മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ മൗങ്കി ബവേണ്ടി ക്വാണ്ടം ഡോട്ടുകളുടെ രാസപരമായ നിർമ്മാണത്തിൽ വിപ്ലവകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അടുത്തത് വൈദ്യശാസ്ത്ര പുരസ്കാരമാണ്. അവരുടെ പേര് ലെ ഡ്രൂ വിസ്മാനും കാറ്റലിൻ കരീക്കോയുമാണ്. ലെ ഡ്രൂ വിസ്മാൻ, കാറ്റലിൻ കരീക്കോ. അപ്പോൾ കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്നതിൽ നിർണായക പരീക്ഷണം നടത്തിയ അമേരിക്കയിലെ ഡ്രൂ വിസ്മാൻ അതുപോലെ കാറ്റലിൻ കരീക്കോ എന്നിവർ പുരസ്കാരങ്ങൾ പങ്കിട്ടു. കോവിഡിനെതിരെ ഫലപ്രദമായ mRNA വാക്സിനുകൾ വികസിപ്പിച്ചതിനാണ് ബഹുമതി. മെസഞ്ചർ RNA അതുപോലെ വാക്സിനുകൾ വികസിപ്പിക്കുന്നതിനുതകുന്ന ന്യൂക്ലിയോടൈഡ് ബേസുകളെക്കുറിച്ചുള്ള കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരത്തിന് ഇവർ അർഹരായത്. മനുഷ്യൻ്റെ രോഗപ്രതിരോധ സംവിധാനവുമായിട്ട് mRNAകൾ എങ്ങനെ ഇടപെടുന്നു എന്നത് സംബന്ധിച്ച പ്രാഥമിക ധാരണകൾ തിരുത്തുന്നതാണ് ഇവരുടെ കണ്ടെത്തൽ. പിന്നെ ഫൈസർ, ബയോഎൻടെക്, മൊഡേണ എന്നീ വാക്സിനുകൾ വികസിപ്പിക്കുന്നതിലും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. വൈദ്യശാസ്ത്ര നോബൽ നേടുന്ന 13ാമത് വനിതയാണ് കാറ്റലിൻ കരീക്കോ. കാറ്റലിനും അമേരിക്കയിലെ പെൻസിൽവേനിയ സർവകലാശാലയിലെ ഗവേഷകനായ വിസ്മാനും ചേർന്നിട്ട് പെൻസിൽവേനിയ സർവകലാശാലയിലാണ് ഇത് ഗവേഷണം നടത്തിയത്. അടുത്തതായി പറയുന്നത് സാഹിത്യത്തിൻ്റെ നോബൽ സമ്മാനത്തെക്കുറിച്ചാണ്. ഇവരുടെ പേര് യോൺ ഫോസെ എന്നാണ്. നോർവീജിയൻ എഴുത്തുകാരനായ യോൺ ഫോസെ ആണ് സാഹിത്യത്തിൻ്റെത്. നോർവീജിയൻ എഴുത്തുകാരനായ യോൺ ഫോസെയാണ്. ആധുനിക നാടക ഗദ്യസാഹിത്യ കൃതികളുടെ മികവിനാണ് അംഗീകാരം. റെഡ് ബ്ലാക്ക് ആണ് ഫോസെയുടെ ആദ്യത്തെ നോവൽ. പിന്നീടാണ് നാടകരചനയിലേക്ക് തിരിഞ്ഞത്. ജനശ്രദ്ധ നേടിയ ആദ്യത്തെ നാടകമാണ് ആൻഡ് വി വിൽ നെവർ ബി പാർട്സ്. പിന്നെ നോർവേയിലെ ഹൗഗെ സൂണ്ടിൽ 1959 സെപ്റ്റംബർ 29 ജനിച്ചത്. പിന്നെ സെപ്റ്റോളജി, മെലങ്കളി, ട്രിലജി, ഓവർ ദെയർ തുടങ്ങിയവയെല്ലാം ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഇനി അടുത്തത് സമാധാനത്തിൻ്റെ നോബൽ പുരസ്കാരം. അവരുടെ പേര് നർഗേസ് മൊഹദി എന്നാണ്. അപ്പം മനുഷ്യാവകാശങ്ങൾക്ക് ശബ്ദിച്ചതിൻ്റെ പേരിൽ ഇറാനിലെ തടവറയിൽ കഴിയുന്നതാണ് നർഗേസ് മൊഹമ്മദി. അപ്പം സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും ഏകാന്ത തടവ്, വധശിക്ഷ എന്നിവയ്ക്കെതിരെയും പോരാടുന്ന ധീര വനിതയാണ്. 2007 രൂപീകൃതമായിട്ടുള്ള നാഷണൽ കൗൺസിൽ ഫോർ പീസിൻ്റെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളാണ്. പിന്നെ ഇറാനിലെ അനിഷേധ്യ വനിതാ നേതാവായ നർഗേസിനെ മോചിപ്പിക്കാൻ ഇറാൻ തയ്യാറാകണമെന്നും പുരസ്കാര സമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട്.
പിന്നെ ഇറാൻ ജയിലിലെ ക്രൂരതകളെ വെളിച്ചത്ത് കൊണ്ടുവന്നുകൊണ്ട് നർഗീസ് രചിച്ചൊരു പുസ്തകമാണ് വൈറ്റ് ടോർച്ചർ എന്നൊരു പുസ്തകം. ഇത് 2022 പുറത്തിറങ്ങിയത്. 2022 ലോകത്തെ സ്വാധീനിച്ച 100 വനിതകളുടെ പട്ടികയിൽ ഈ നർഗീസും ഇടം പിടിച്ചിട്ടുണ്ട്. പിന്നെ മാധ്യമപ്രവർത്തകയാണ്. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനമാണ് ഇതിൻ്റെ അകത്ത് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് 2023 ലഭിച്ചിട്ടുള്ള നോബൽ സമ്മാനത്തിൻ്റെ സാമ്പത്തികം, അതായത് കിട്ടിയ വ്യക്തിയാണ് ക്ലോഡിയ ഗോൾഡ്. അപ്പോൾ US സാമ്പത്തിക ശാസ്ത്രജ്ഞ ക്ലോഡിയ ഗോൾഡ്. അപ്പം ഇദ്ദേഹം ചെയ്തത് തൊഴിൽ മേഖലയിൽ സ്ത്രീകൾക്ക് എത്രമാത്രം പങ്കാളിത്തമുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ഗവേഷണത്തിനാണ് അംഗീകാരം കിട്ടിയത്. തൊഴിൽ വിപണിയിലെ ലിംഗപരമായ അന്തരം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സഹായകമാണ് ഇദ്ദേഹത്തിൻ്റെ പഠന പ്രബന്ധങ്ങൾ. സാമ്പത്തിക നോബൽ സമ്മാനം നേടുന്ന 3ാമത്തെ വനിതയാണ് ക്ലോഡിയ. പിന്നെ ഹാർവാർഡ് സർവകലാശാലയിലെ പ്രൊഫസറാണ് ഈ 77കാരി. തൊഴിലിടങ്ങളിലെ ലിംഗസമത്വം പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളും ക്ലോഡിയയുടെ പഠനത്തിലില്ലെങ്കിലും അസമത്വം കുറച്ചു കൊണ്ടുവരണമെന്നുള്ള പദ്ധതികളും അതിനുവേണ്ട നയങ്ങളും സ്വീകരിക്കാൻ തൊഴിൽ നിയമങ്ങൾ നിർമ്മിക്കുന്നവരെ സഹായിക്കുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ